കമ്പനിക്ക് ഇപ്പൊ ഞാനില്ലാതെ പറ്റില്ല. എന്റെ മാനേജർ എന്നെ ഭയങ്കര കാര്യം ഇപ്പൊ ആൾക്ക് എന്റെ സാലറിനെ കൂട്ടാൻ പറ്റിയിട്ട് ആള് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്തയ്ക്കുള്ളിന്നില്ല. അപ്പൊ ആളെ എക്സ്ട്രാ ഡീസന്റാ. ഇപ്പൊ എന്തിനും ഞാൻ വേണം. ഞാൻ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. എടാ പൊട്ട, നിന്റെ പോലത്തെ ഒരു മണ്ടന അടിമേനെ ആൾക്ക് വേറെ കിട്ടില്ല. അതുകൊണ്ടാണ് നീ റിസൈൻ ചെയ്യാൻ പോകുമ്പോ അയാൾ 500 കൂട്ടി തന്ന് ഇതിട്ടാണ് നിന്നെ വർഷങ്ങളായിട്ട് അവിടെ നിർത്തിയിട്ടുള്ളത്. 60 വയസ്സ് വരെ നിന്റെ ലൈഫ് വേസ്റ്റ് ആണ്ടെങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. അയ്യോ, എന്റെ അളിയെ നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയുടെ ലൂപ്പിലാക്കപ്പെട്ടിരിക്കുകയായിരുന്നോ? എടാ അളിയെ നമുക്ക് രക്ഷപ്പെടണം. നീ ഒറ്റയ്ക്ക് രക്ഷപ്പെടേണ്ടതുണ്ട്. നീ തന്നെ ഒരു ഐഡിയ പറഞ്ഞു താ. അതിന് പറ്റിയൊരു വഴി ഉണ്ട്. മണി ചെയിൻ. അതായത് ഈ എടാ നിനക്ക് എങ്ങനെയാണ് ഇത് എന്നോട് പറയാൻ തോന്നിയ? അവന്റെ മണി ചെയിൻ. ഇതിന് ഭേദം അവിടെ പോയിട്ട് പട്ടിപ്പനെ എടുത്തിട്ട് അവന്മാർക്ക് മണി ഉണ്ടാക്കി കൊടുക്കണതാ. മനുഷ്യൻ അണ്ടം കയറി നിൽക്കുക. അപ്പൊ അവന്റെ മണി ചെയിൻ. വേണ്ട 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 വിട്ടു. എടാ ഞാനേ ജിമ്മിന് പോയാലോ എന്റെ സൈസൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ. പെമ്പിളാരൊക്കെ നോക്കുമ്പോ ഡീസാനൊക്കെ ഈ പോസൊക്കെ കൊടുക്കാലോ. എടാ നിനക്ക് വല്ല നട്ടപ്രാന്തുണ്ടാ ഈ ജിമ്മിന് പോകാനായിട്ട്? എടാ ഈ ഡംബൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് എന്റെ വിചാരം. ഈ കഞ്ഞിമേറെ കുടിച്ചിട്ടേ നീ ഇതൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാലേ ഓവലിട്ട് വലിച്ച പോലെ മാറ്റിപ്പിടിഞ്ഞു. വേണ്ട 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 നെഗറ്റീവ്. ഇതിനും ചെറുതായി കഴിഞ്ഞാൽ ഞാൻ ഇൻവിസിബിൾ ആവും. വേണ്ടപ്പോ വേണ്ട വേണ്ട വേണ്ട. നീ അങ്ങനെ ഒറ്റയ്ക്ക് പോയി കാണാം. എടാ ഇതൊക്കെ വിട്. ഈ നെഗറ്റീവ് ഒക്കെ മാറാനായിട്ടേ നമുക്കൊരു ട്രിപ്പ് അങ്ങോട്ട് കഴിച്ചാലോ? അങ്ങനെ ഏത് ഈ 40 ഡിഗ്രി ചൂടില് അത് നിന്റെ യൂണിക്കോൺ ബൈക്കില്? എന്റെ യൂണിക്കോണിന് കുഴപ്പം 2018 മോഡല് ബ്ലാക്ക് എഡിഷൻ. അതെന്തെങ്കിലും അടങ്ങട്ടെ. എടാ ഈ വെയിലത്തൊക്കെ ബൈക്കിൽ പോകണമെങ്കിലല്ല അടുപ്പിലിട്ട പോലെ ഉണ്ടാവും. മോന്തൊക്കെ ഒരു കോണ ഉണ്ടാവില്ല. വേണമെങ്കിൽ മഴക്കാലത്ത് പോവാം. ഏത് ഈ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടുള്ള സമയത്താ? ഞാനൊന്നില്ല. നീയൊക്കെ കുടുംബം കാണിക്കന്നെ. ഞാനൊന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ രണ്ടുപേരും വന്ന് വന്ന് പറയണത് മൊത്തം നെഗറ്റീവ് മാത്രമാണ്. ആടാ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. തോന്നിയില്ലേ? പിന്നെ എടാ നമ്മള് ഭയങ്കര ദുരന്ത പറഞ്ഞിരിക്കണം. വല്ലാണ്ട് ഒരു ഫ്രണ്ട്സ് ഇങ്ങനെ ദുരന്തം പറയാൻ പാടില്ലേ? എടാ നമ്മുടെ ഈ ദുരന്തം പറച്ചിലൊക്കെ മാറണമെങ്കിൽ പണം വേണം. അതുകൊണ്ട് ഞാൻ എന്റെ ഇപ്പോഴത്തെ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 6 മണിക്ക് ശേഷം ഞാൻ സ്വിഗ്ഗി ഇടാൻ പോവാ. നിന്റെ അഭിപ്രായം എന്താ? എടാ നിനക്ക് മുഴുപ്പിടാണ്ടാടാ. ഈ പകല് മൊത്തം നിന്റെ അടിമപ്പണിയും കഴിഞ്ഞിട്ട് നീ വൈകുന്നേരം പോയിട്ട് നീ സ്വിഗ്ഗി ഓടാൻ പോണ നിന്റെ ബൈക്കില്. ഇതിലൊക്കെ പോയി തൂങ്ങിച്ചാവണം. ശരിയാ, ഇതിനേക്കാളും നല്ലത് ചാവണതാ. ഞാൻ ചാവാൻ പോവാ. വേറെ സാധനം ഉണ്ട്. എടാ ചാവാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക് ജീവിച്ചു വിടറാ. നെഗറ്റീവ്